ഓം സ്വാമിയേ ശരണമയ്യപ്പ. ആളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ ത്രിപുര സുന്ദര്യൈ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല വാളിയപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 262 നാമങ്ങളാണ് നമ്മൾ അനുസ്മരിച്ച് കഴിഞ്ഞത്. ഇനി 263 നാമം. ഓം സർവാവസ്ഥാ വിവർജിതായൈ നമ. എല്ലാ അവസ്ഥകളും പിന്നിട്ടവൾ എന്നാണ്. അപ്പോൾ തുരീയാവസ്ഥയും കടന്ന് 5ാമത് ഒരവസ്ഥയുണ്ട് എന്നാണ് പറയുന്നത്. തുരീയാവസ്ഥ കടന്ന യോഗികൾക്ക് മാത്രമേ ഈ അവസ്ഥ അനുഭവഗോചരമാകുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയ്ക്ക് പ്രത്യേകിച്ചൊരു പേരും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. നാസ പുനരാവർത്തതേ, അവൻ പുനർജനിക്കുന്നില്ല എന്നാണ് ശ്രുതിവാക്യത്തിലൂടെ അനുഭവ ഭോക്താക്കളാണ് ഈ അവസ്ഥയെ പ്രാപിച്ചവർ എന്നാണ്. അപ്പോൾ തുരീയാവസ്ഥയിലെത്തിയ യോഗി അല്ലെങ്കിൽ മഹായോഗി എന്നറിയപ്പെടുന്നു എന്നാണ്. അത്തരമൊരു യോഗിയുടെ പ്രകൃതത്തെ ശിവസൂത്രം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈശ്വരാരാധനയായി തീരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും സല്ലാപങ്ങളും മന്ത്രജപമാകണു എന്നാണ്. അദ്ദേഹം കൊടുക്കുന്നതെന്തും ആത്മജ്ഞാനമാകുന്നു എന്ന് പറയണു. അപ്പോൾ നിർവികൽപ്പമായിട്ടുള്ള അവസ്ഥയിൽ അവൻ്റെ ആത്മാവ് ആനന്ദിക്കണു എന്നാണ്. എല്ലാ സത്യവും അറിയാൻ കഴിയുന്നു. യോഗസൂത്രം മനസ്സ് ശുദ്ധമായതിനാൽ വാക്കുകളെല്ലാം മഹാമന്ത്രമായി മാറുന്നു എന്നാണ് ശ്രുതി പ്രമാണം തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ സാമീപ്യം എപ്പോഴും തേടേണ്ടതാണ് നമ്മളെല്ലാവരും എന്നാണ്. കാരണം അവർ ഉപദേശങ്ങൾ നൽകിയില്ലെങ്കിലും അവരുടെ സംഭാഷണങ്ങൾ തന്നെ ഉപദേശങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ യോഗവാസിഷ്ടം അങ്ങനെയാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഓരോ ചലനവും മുദ്രകളാകുന്നു. അനൗപചാരികമായിട്ടുള്ള സംഭാഷണം പോലും ജപമാകുന്നു എന്നാണ് സൗന്ദര്യലഹരിയിലെ ആചാര്യസ്വാമികളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാർത്തികം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന ഇങ്ങനെയാണ്. അങ്ങനെ സദാ ആത്മപ്രതിഷ്ഠനായി ശിവതുല്യനായിരിക്കുന്ന യോഗിയെ മഹായോഗി എന്ന് വിളിക്കുന്നു. അദ്ദേഹം ശിഷ്യന്മാർക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള മഹായോഗികളുടെ അവസ്ഥയുമായി വിഷ്ടിയായും സമഷ്ടിയായും അഭിന്നയായിരിക്കുന്നത് കൊണ്ട് ദേവിയെ സർവാവസ്ഥാ വിവർജിത എന്ന് വിളിക്കുന്നു എന്ന് പറയണം. അപ്പോൾ വരിവസ്യാരഹസ്യത്തിലെ ഈ അവസ്ഥയ്ക്ക് പറയുന്നത് തുര്യാതീതൻ എന്ന പേര് പറഞ്ഞാണ് കാണുന്നത്. ഗ്രന്ഥാചാര്യനായിട്ടുള്ള വരദരാജൻ്റെ പക്ഷപ്രകാരം തുര്യാഭ്യാസ പ്രകർഷേണ തുര്യാതീതാത്മകം പദം സംപ്രാപ്ത സാധകം സാക്ഷാത് സർവലോകാന്തരാത്മന തുല്യ ശിവേന തന്മാത്ര സ്വച്ഛന്ദാനന്ദശാലിന എന്നാണ്. അപ്പോൾ സ്വച്ഛന്തമായ ആനന്ദം മാത്രമായ ശിവനോട് തുല്യനായി തന്മാത്രനായി തീരുന്നു തുര്യാതീതൻ എന്നാണ് പറയണത്. അപ്പോൾ തന്ത്രശാസ്ത്രത്തിൻ്റെ സ്വതന്ത്രവും അനന്യവിധേയവുമായിട്ടുള്ള ഒരു അനുഭവ ദശയാണ് ഈ തുരീയാതീതവാദം. അപ്പോൾ അദ്വൈതവാദവും തന്ത്രവിദ്യയും തമ്മിൽ കാണുന്ന പ്രകടമായിട്ടുള്ള ഒരു അന്തരമാണ്. അദ്വൈതത്തിലെ ബ്രഹ്മ വ്യതിരിക്തമായ സകലതും അസത്യമായി മാറുമ്പോൾ തന്ത്രവിദ്യയിൽ ഒന്നും അസത്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അവസ്ഥയുടെ കെട്ടും അഴിഞ്ഞു നീങ്ങുകയല്ലാതെ മുറിഞ്ഞില്ലാതെയാകുന്നില്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശ്രീചക്രത്തിൽ പറയുന്നത് സത്യത്തെ പൂർണ്ണമായിട്ട് ലഭിക്കുവാനായിട്ട് വൈദിക ഋഷികളും താന്ത്രിക ആചാര്യന്മാരും ഭാഗികമായ സത്യങ്ങളെ നശിപ്പിക്കേണ്ടതില്ലെന്നുറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തെ നഷ്ടപ്പെടുത്തി ദേവനെ പ്രാപിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. മുഴുവൻ സത്യത്തെയും സാക്ഷാത്കരിക്കണം എന്നാണ്. അപ്പോൾ ആ സാക്ഷാത്കാരണത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഭാഗികമായിട്ടുള്ള സത്യങ്ങളെയും കണ്ടേ മതിയാകൂ എന്നുള്ളതാണ്. ബിന്ദുവിലുള്ള പരാശക്തി, അതായത് ബ്രഹ്മം, ചക്രത്തിലെ മറ്റു ദേവതകളെ നിഷേധിക്കുന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ ദേവതകൾക്ക് ആരാധനാവിധികൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അല്ലേ നിഷേധത്തിനെതിരായിട്ട് ഇവിടെ പറയുന്ന യുക്തി. അപ്പോൾ 256 മുതൽ 263 വരെയുള്ള മന്ത്രങ്ങളെ കൊണ്ട് ജീവൻ്റെ 5 അവസ്ഥകളെയാണ് വിവരിച്ചത്. ഇനി 274 വരെയുള്ള മന്ത്രങ്ങളിലൂടെ ഈശ്വരൻ്റെ 5 ഭാഗങ്ങളെയാണ്
വിസ്തരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് മനസ്സിരുത്തി തന്നെ 1-2 പ്രാവശ്യം കേട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. 264 നാമം. ഓം സൃഷ്ടികർത്രേ നമ. സൃഷ്ടിക്ക് മുഴുവൻ കർത്താവായുള്ളവൾ എന്നാണ്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ് ഗുണഭേദമനുസരിച്ച് ജഗത്തിൻ്റെ സൃഷ്ടിയും രക്ഷയും സംഹാരവും ഒക്കെ നടത്തുന്നത്. ഇല്ലേ? അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും അതിന് ത്രിമൂർത്തികളെ ശക്തരാക്കുന്നത് ദേവിയുടെ കൽപ്പനാശക്തിയാണെന്നാണ് ആചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിലൂടെയും വർണ്ണിച്ചിട്ടുണ്ട്. എന്താ അത്? ജഗത്സുദേധാത ഹരിഹരവതി രുദ്രാക്ഷവയതേ തിരസ്കുർവന്നേതു തത് സ്വമവി വപുരീശസ്തീരയതി സദാ പൂർവസർവം തദിദമനു ഗൃഹണാദീജ ശിവ തവ ജ്ഞാനമാലംബ്യ ക്ഷണചലിതയോ ഭ്രൂലതികയോ. ദേവിയുടെ പുരികക്കൊടികളുടെ ചലനം കൊണ്ട് മാത്രം സദാശിവൻ ബ്രഹ്മ വിഷ്ണു രുദ്ര ഈശ്വര സദാശിവന്മാരെ തത് കർമ്മനിർവഹണത്തിന് അനുഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ രജോഗുണത്തെ അധികരിച്ച് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തണമെന്ന് ഒന്നുകൂടി വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി 265 നാമം. ഓം ബ്രഹ്മരൂപായേ നമ. ബ്രഹ്മാവിൻ്റെ രൂപത്തോടു കൂടിയവൾ എന്നാണ്. സൃഷ്ടി നടത്തുന്നതിന് രജോഗുണപ്രധാനനായ ബ്രഹ്മാവിൻ്റെ രൂപം ധരിച്ചിരിക്കുന്നവൾ. മുൻ നാമം കൊണ്ട് ബ്രഹ്മാവിനും ആജ്ഞ നൽകുന്നവൾ എന്ന് നമ്മൾ അനുസ്മരിച്ചു. അപ്പോൾ ഈ നാമം കൊണ്ട് ബ്രഹ്മാവ് തന്നെ ദേവിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യണം. ഇനി 266 നാമം. ഓം ഗോപ്ത്രിയൈ നമ. ഗോപനശീലമുള്ളവൾ എന്നാണ്. ഗോപനം എന്ന് പറഞ്ഞാൽ രക്ഷണം തന്നെയാണ്. അപ്പോൾ സത്വഗുണപ്രധാനനായ വിഷ്ണുവും ദേവി തന്നെയാണ് എന്നും ഈ നാമം നമുക്ക് വ്യാഖ്യാനിച്ചു തരണു. അപ്പോൾ സത്വഗുണത്തെ അധികരിച്ച് ഈശ്വരൻ പ്രപഞ്ചപരിപാലനം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഗോപനം എന്ന് പറഞ്ഞാൽ മറയ്ക്കൽ എന്നൊരർത്ഥവും ഉണ്ട്, ഇല്ലേ? അപ്പോൾ ഗോപസ്ത്രീ, മറയ്ക്കുന്നവൾ എന്നാണ് അർത്ഥം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പാരമാർത്ഥിക സത്യയെ മറച്ച് നാമരൂപാത്മകമായിട്ടുള്ള ഭ്രമത്തെ ജനിപ്പിക്കുന്ന മഹാമായയും ദേവി തന്നെയാണ് എന്ന് ഈ നാമത്തിലൂടെ നമുക്ക് വെളിവാക്കി തരണു എന്നുള്ളതാണ്. ഇനി 267 നാമം. ഓം ഗോവിന്ദരൂപിണ്യേ നമ. ഗോവിന്ദരൂപം ധരിച്ചവൾ എന്നാണ്. പ്രപഞ്ചപരിപാലനത്തിനായിട്ട് വിഷ്ണു രൂപം ധരിച്ചിരിക്കുന്നവൾ. ഗോശബ്ദത്തിന് പല പല അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. പശു എന്നൊരർത്ഥമുണ്ട്, ഭൂമി, അതേപോലെ വാക്ക്, ബുദ്ധി, കിരണം, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. പശു ശബ്ദം സംസാരിയായിട്ടുള്ള ജീവനെയാണ് പറയണത്. അപ്പോൾ ആ ജീവനും ഭൂമിയും വാക്കും ബുദ്ധിയും പ്രകാശകിരണങ്ങളും ദേവിയുടെ രൂപഭേദങ്ങൾ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഇല്ലേ? അപ്പോൾ എങ്കിലും ഗോ ഭൂമി എന്ന അർത്ഥം കൽപ്പിച്ച് ഭൂമിയെ വിന്ദനം ചെയ്യുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന ഗോവിന്ദരൂപിണിയാണ് ദേവി എന്ന് ഈ നാമത്തിലൂടെ നമുക്കൊരർത്ഥം എടുക്കാം. ഭൂമിയെ ഹിരണ്യാക്ഷൻ അപഹരിച്ചതും വിഷ്ണു വരാഹരൂപത്തിൽ തേറ്റയിലേറ്റി കൊണ്ടുവന്ന് രക്ഷിച്ചതും പുരാണപ്രസിദ്ധമായിട്ടുള്ള നമുക്കറിയാവുന്ന കഥകൾ തന്നെയാണ്. അപ്പോൾ ആ ഗോവിന്ദനും ദേവി തന്നെയാണ്. ഗോവിന്ദൻ ബൃഹസ്പതിയുമാകാം. ആ നിലയിൽ ദേവന്മാർക്ക് മുഴുവൻ ഗുരുസ്ഥാനീയയായവൾ എന്നും ഒരർത്ഥം നമുക്കിതിൽ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ്. ഇനി 268 നാമം. ഓം സംഹാരിണ്യേ നമ. പ്രപഞ്ചത്തിൻ്റെ സംഹാരകർത്താവായവൾ. അപ്പോൾ തമോ ഗുണത്തെ അധികരിച്ച് ഈശ്വരൻ പ്രപഞ്ച സംഹരണം നടത്തുന്നു, അല്ലേ? സംധാരിണി എന്ന് നാമം കാണുന്നുണ്ട്. അപ്പോൾ സന്ദർഭാനുസരണം സംഹാരിണി എന്നു നാമത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. 2 നാമം ശരി തന്നെയാണ്. ഇനി 269 നാമം. ഓം രുദ്രരൂപായേ നമ. പ്രപഞ്ച സംഹാരത്തിനായിട്ട് തമോ ഗുണം പ്രധാനനായ രുദ്രൻ്റെ രൂപം ധരിച്ചിരിക്കുന്നവൾ അല്ലെങ്കിൽ രുദ്രരൂപത്തിലുള്ളവൾ എന്നാണ്. അപ്പോൾ രുദ്രൻ എന്നാൽ കരയുന്നവൻ എന്നൊരർത്ഥമുണ്ട്, അല്ലേ? അവൻ കരഞ്ഞു, അതിനാൽ രുദ്രൻ എന്ന പേര് വന്നു എന്നാണ് തൈത്തിരീയ സംഹിതയിൽ കാണുന്നത്. അപ്പോൾ പ്രളയസമയത്തെ കൊടും വർഷപാതം ശിവൻ്റെ സൂര്യനേത്രത്തിൽ നിന്നും പ്രവഹിക്കുന്ന കണ്ണുനീരാണ് എന്നും, അല്ലെങ്കിൽ ശിവൻ്റെ തൃക്കണ്ണുകൾ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി മുതലായിട്ടുള്ളതാണല്ലോ. അപ്പോൾ രുദ്രം
രുദം ദ്രാവയതി ഇതി രുദ്ര എന്നാണ്. അപ്പോൾ രുദം എന്ന് പറഞ്ഞാൽ ദുഃഖം, ദ്രാവയതി എന്ന് പറഞ്ഞാൽ ഓടിക്കുന്നു എന്നാണ്. അപ്പോൾ ദ്രവം ഓടുന്നത്, ദുഃഖത്തെ ആട്ടിയകറ്റുന്നവൾ രുദ്ര. അപ്പോൾ മനുഷ്യന് കാലഗതമായ ദുഃഖദുരിതങ്ങളുണ്ട് ഇല്ലേ? അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ പൂവിരിയും പോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുമ്പോൾ സമുദ്രം ഇളകിമറിയും പോലെ, അല്ലെങ്കിൽ കാലപ്പകർച്ചയിൽ ഇല കൊഴിയുകയും തളിർക്കുകയൊക്കെ ചെയ്യാറില്ലേ? പൂവിരിയൊക്കെ ചെയ്യാറില്ലേ? കായികനികൾ പാകമാവാറുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളുടെ ചലനക്രമം മനുഷ്യജീവിതത്തിനും ഋതുഭേദങ്ങൾ സൃഷ്ടിക്കാറില്ലേ? എന്നാൽ ഗ്രഹങ്ങളുടെ ഹസ്തപാതകങ്ങളെ പോലും തട്ടി നീക്കി ഭക്തരെ രക്ഷിക്കുവാൻ ദേവി ശക്തയാണ്. ആ നിലയ്ക്ക് ദേവി രുദ്രരൂപയാകുന്നു എന്നാണ്. അപ്പോൾ സൃഷ്ടികർത്തി എന്ന് തുടങ്ങി രുദ്രരൂപ എന്നുള്ള നാമങ്ങൾ വരെ, നാമങ്ങളെ ദേവീ ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് നമുക്കൊന്ന് അനുസ്മരിക്കേണ്ടത് ആവശ്യമാണ്. സാ വിശ്വം കുരുദേ കാമം സാ പാലയതി പാലിതം കൽപ്പാന്തേ സംഹാരത്യേവ ത്രിരൂപ വിശ്വമോഹിനി. ആ ദേവി യഥേഷ്ടം ലോകസൃഷ്ടി നടത്തണു, ലോകത്തെ രക്ഷിക്കുന്നു. കൽപ്പപ്രളയാന്തകാലത്ത് ലോകത്തെ സംഹരിക്കുകയും ചെയ്യുന്നതും ഈ ദേവി തന്നെയാണ്. ഈ 3 രൂപത്തിലും വിശ്വമോഹിനിയായ ദേവി പ്രവർത്തിക്കും എന്ന് പറയണു. ഇനി തയായുക്ത സുചേത് ബ്രഹ്മ വിഷ്ണു പാതിതയാന്വിത രുദ്ര സംഹരതേ കാമം തയാ സമ്മിളിതോ ജഗത്. ബ്രഹ്മാവും വിഷ്ണു രുദ്രനും ദേവിയുടെ അനുഗ്രഹ സാന്നിധ്യം കൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നാണ്. സാ ബന്ധാതി ജഗത്കൃത്നാം മായാപാശേന മോഹിതം അഹം മമേതി പാശേന സുദൃഢേന നരാധിപ. ഞാൻ അല്ലെങ്കിൽ എൻ്റേത് എന്ന സുദൃഢമായിട്ടുള്ള വികാരവാസം കൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ ആ ദേവി വരിഞ്ഞു മുറുക്കിയിരിക്കണു എന്നാണ്. യോഗിനോ മുക്തസംഗാശ്ച മുക്തികാമമുമോക്ഷവ താമേവ സമുപാസന്തേ ദേവീം വിശ്വേശ്വരീം ശിവാം. മുക്തസംഗന്മാരായിട്ട് അല്ലെങ്കിൽ മുക്തികാമന്മാരായി മോക്ഷേച്ഛുക്കളായിട്ടുള്ള യോഗിമാർ ശിവയും വിശ്വേശ്വരിയുമായ ആ ദേവിയെയാണ് ഉപാസിക്കുന്നത് എന്നാണ് ദേവീഭാഗവതത്തിലെ ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 270 നാമം. ഓം തിരോധാനകര്യൈ നമഃ. സകല വസ്തുക്കളെയും തിരോധാനം ചെയ്യിക്കുന്നവൾ അല്ലെങ്കിൽ അപ്രത്യക്ഷമാക്കുന്നവൾ എന്നാണ്. ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തീ അണഞ്ഞിരട്ടാകുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തെ സമ്പൂർണമായിട്ടും സംഹരിച്ച് തന്മാത്രകളെ പോലും പ്രകൃതിയിൽ വിലയിപ്പിക്കുന്നത് തിരോധാനകരാണ് എന്നാണ്. അപ്പോൾ ഘനധര ശുദ്ധ സത്വപ്രധാനമായിട്ടുള്ള ദേവിയുടെ ഈ ഭാവത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത് എന്നാണ്. അപ്പോൾ തിരസ്കരണി എന്ന ശക്തി ദേവതയുടെ മറ്റൊരു രൂപമാണ് അല്ലയോ വരാനനെ. ഭക്തന്മാർ ഒഴികെയുള്ള സർവരെയും തിരോധാനം ചെയ്യിക്കുന്നതിനാൽ അവിടുന്ന് തിരസ്കരണി എന്ന് വിളിക്കപ്പെടുന്നു എന്ന് ത്രിപുരാസിദ്ധാന്തം എന്നുള്ള ഗ്രന്ഥത്തിലും കാണുന്നുണ്ട്. അപ്പോൾ തിരസ്കരണീ വിദ്യയോട് കൂടിയവളെന്നും ഈ പദത്തിന് അർത്ഥമുണ്ട് എന്നർത്ഥം. അപ്പോൾ തിരസ്കരണി പ്രയോഗിച്ചാൽ അന്യരെ തടവില്ലാതെ കാണാനും കാണുന്ന ആളിനെ അന്യർക്ക് കാണാൻ കഴിയാതിരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദേവിക്ക് ആരും ഒന്നും അപ്രത്യക്ഷമല്ല, ദേവിയെ സാധാരണ ആരും കാണുന്നുമില്ല എന്നാണ്. ആ നിലയ്ക്കും തിരോധാനകരി എന്ന നാമം ദേവിക്ക് ഉചിതമാണ് എന്നാണ് പറയണത്. അപ്പോൾ നളൻ ദമയന്തിയുടെ അന്തഃപുരത്തിൽ കടന്നു എന്ന് ദേവേന്ദ്രാദികളുടെ അനുഗ്രഹത്താൽ ലഭിച്ചിട്ടുള്ള തിരസ്കരണീ മന്ത്ര ശക്തിയാലാണ് എന്നൊക്കെ മഹാഭാരതത്തിൽ നമ്മൾ കഥകൾ കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഈ 271 നാമം ഓം ഈശ്വര്യൈ നമഃ. അപ്പോൾ മേൽപ്പറഞ്ഞ ഈ തിരോധാനത്തെ ചെയ്യുന്നവൾ ഈശ്വരി, എല്ലാത്തിനെയും കാത്തുപുലർത്തുന്നവൾ എന്നുള്ള അർത്ഥത്തിലും ഈശ്വരി എന്ന് വിളിക്കാമെന്നാണ്. പരാഹന്ത എന്ന് പറഞ്ഞാൽ വിശ്വാഹങ്കാരം, അതായത് ദേവി പരാഹന്തയാകുന്നു. ഈശ്വരൻ്റെ സ്വഭാവം പ്രഭുത്വം, കർത്തൃത്വം
സ്വതന്ത്രത, ചിത് സ്വരൂപത തുടങ്ങിയവയ്ക്ക് നിദാനം ഇതൊക്കെയാണ് എന്നാണ്. അപ്പോൾ ഈശ്വരനിൽ നിന്ന് അഭിന്നയാകയാൽ ഇവയെല്ലാം ദേവിക്കും ബാധകമാണ് എന്ന് താല്പര്യം. ഇനി അന്ധക്കരണം ഉപാധിയായിട്ടുള്ള ചൈതന്യ ജീവൻ, പ്രപഞ്ചം ഉപാധിയായിട്ടുള്ള ചൈതന്യം ഈശ്വരൻ, പ്രപഞ്ചോപാഹിതമായ ചൈതന്യ സ്വരൂപിണിയാണ് ദേവി എന്നും നമുക്ക് ഈ നാമത്തിലൂടെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഇനി 272 നാമം. ഓം സദാശിവായൈ നമഃ. സദാശിവസ്വരൂപിണി എന്നാണ്. എല്ലായ്പ്പോഴും ശിവത്തെ അല്ലെങ്കിൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്ന മംഗളരൂപിണി എന്നാണ്. വിരളതര ശുദ്ധ സത്വപ്രധാനമായിട്ടുള്ള സദാശിവൻ അനുഗ്രഹത്തെ ചെയ്യണു എന്നാണ്. അപ്പോൾ സദാശിവനിൽ നിന്നും അഭിന്നയാണ് ദേവി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. 273 നാമം. ഓം അനുഗ്രഹദായൈ നമഃ. അനുഗ്രഹത്തെ ചെയ്യുന്നവൾ എന്നാണ്. സമ്പൂർണമായിട്ടുള്ള സംഹാരത്തിന് ശേഷം വീണ്ടും സൃഷ്ടിയാരംഭത്തിൽ തന്മാത്രകൾ അഭിവ്യക്തമാകുന്നതാണ് അനുഗ്രഹം. അപ്പോൾ തിരോധാനത്തെയും അനുഗ്രഹത്തെയും മറ്റൊരർത്ഥത്തിലും ഇവിടെ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട് എന്നുള്ളതാണ്. തിരോധാനം ബന്ധനത്തെയും അനുഗ്രഹം മുക്തിയെയുമാണ് കുറിക്കുന്നത് അല്ലേ. അപ്പോൾ ബഹിരണിമേശനായ, അതായത് പൂർണ്ണമായും അഭിവ്യക്തനായ ഈശ്വരൻ ബന്ധനത്തെയും അന്തരണീമേശനായ, അതായത് ഭാഗികമായി അവ്യക്തനായ സദാശിവൻ മുക്തിയെയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ജീവന്മാരിൽ അഹങ്കാരവും മമാകാരവും ജനിപ്പിച്ച് ഈശ്വരൻ അവരെ ബന്ധനസ്ഥനാക്കണു എന്നാണ്. എന്നാൽ സദാശിവൻ തൻ്റെ അപാര കാരുണ്യത്താൽ അവരെയൊക്കെ മുക്തരാക്കുകയും ചെയ്യണു. അപ്പോൾ പ്രപഞ്ചബോധം ജനിപ്പിച്ച് അന്തർനിഹിതമായ ചൈതന്യത്തെ ബാഹ്യപ്രപഞ്ചമായി അഭിവ്യക്തമാക്കുന്നതാണ് ഈശ്വരൻ. അപ്പം പ്രപഞ്ചബോധത്തെ ചിത്തിൽ ലയിപ്പിച്ച് മുക്തിയെ പ്രദാനം ചെയ്യുന്നത് സദാശിവനാണ് എന്നാണ് ഇതിൻ്റെയൊക്കെ സാരമായിട്ട് വരുന്നത്. ഇനി 274 നാമം. ഓം പഞ്ചകൃത്യപരായണായൈ നമഃ. പഞ്ചകൃത്യങ്ങളിൽ തൽപരയായവൾ എന്നാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം, ലോകോന്മൂലനം അല്ലെങ്കിൽ തിരോധാനം, പിന്നെ ലോകോദ്ധാരണം അല്ലെങ്കിൽ അനുഗ്രഹം, ഇതൊക്കെയാണ് പഞ്ചകൃത്യങ്ങൾ. അപ്പോൾ മൃഗേന്ദ്ര സംഹിത, പ്രത്യഭിജ്ഞാനഹൃദയം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പഞ്ചകൃത്യങ്ങളെ പറ്റി പറയുന്നത് ബ്രഹ്മസൂത്രം അനുസരിച്ച് ഈശ്വരന് സൃഷ്ടിസ്ഥിതി ലയം എന്നീ 3 ധർമ്മങ്ങളാണുള്ളത് എന്നാണ്. എന്നാൽ ശിവാദ്വൈത സിദ്ധാന്തം സൃഷ്ടിസ്ഥിതി സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങളുണ്ട് എന്നും പറയുന്നു. അപ്പോൾ പരമശിവനിൽ നിന്ന് അഭിന്നയായ പരാശക്തി ബ്രഹ്മാവായി സൃഷ്ടിയും വിഷ്ണുവായി സ്ഥിതിയും രുദ്രനായി സംഹാരവും ഈശ്വരനായി തിരോധാനവും സദാശിവനായി അനുഗ്രഹവും ചെയ്യുന്നു എന്നാണ്. വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രത്യുപ്തൻ, നാരായണൻ എന്നിങ്ങനെയുള്ള സമാനന്മാരായിട്ടുള്ള ധർമ്മങ്ങളെ ചെയ്യണമെന്നാണ് പുരാണങ്ങളിലൊക്കെ കാണുന്നത്. ഇനി 275 നാമം. ഓം ഭാനുമണ്ഡലമധ്യസ്ഥായൈ നമഃ. സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ്. അപ്പോൾ സന്ധ്യാവന്ദനത്തിൽ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് ദേവിയെ ധ്യാനിക്കേണ്ടത് എന്നാണ്. കൂർമ്മപുരാണം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് വേദസാരവും സർവജ്ഞാന ലക്ഷ്യവും സ്വതേജസ്സിനാൽ പ്രപഞ്ചമെങ്ങും നിറഞ്ഞു നിൽക്കുന്നവനും 3 ലോകത്തിനും കാരണഭൂതനും സൂര്യബിംബത്തിൽ വസിക്കുന്നവനുമായ ആ പരമേശ്വരനെ ഞാൻ നമിക്കുന്നു. അപ്പോൾ ഹൃദയാന്തർഭാഗത്തെ അനാഘതചക്രത്തിലെ പത്മദളമാണ് ഭാനുമണ്ഡലം അല്ലേ. അവിടെ സ്ഥിതി ചെയ്യുന്നവൾ എന്നും ഒരു വ്യാഖ്യാനം നമുക്ക് ഇതിനെടുക്കാം എന്നുള്ളതാണ്. ഈ 276 നാമം. ഓം ഭൈരവ്യൈ നമഃ. ഭൈരവനായ ശിവൻ്റെ പത്നി എന്നാണ്. ശ്മശാനഭൂമിയിൽ ആനന്ദനൃത്തമാടുന്ന ശിവനാണ് ഭൈരവൻ. അപ്പോൾ ധൗമ്യമാർഗപ്രകാരം 12 വയസ്സായ കന്യകയ്ക്ക് ഭീരു എന്ന് സംജ്ഞ എന്നാണ്. അപ്പോൾ ആ കന്യകാരൂപത്തിലുള്ള ദേവിയെ ഭൈരവി എന്ന് വിളിക്കണമെന്ന് പറയണു. അപ്പോൾ മന്ത്രാർത്ഥത്തിൽ ത്രിപുരചക്രേശ്വരി മന്ത്രത്തിലെ മധ്യകൂടത്തിൽ നിന്നും രേഭം, രാന്ന വർണ്ണം എടുത്തു കളഞ്ഞാൽ അത് ഭൈരവീ മന്ത്രമാകുന്നതാണ്. ആ ഭൈരവീ മന്ത്രത്തിൻ്റെ സ്വരൂപത്തോടു കൂടിയവൾ എന്നും ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ 277 നാമം. ഓം ഭഗമാലിന്യൈ നമഃ.
ഷഡ് ഐശ്വര്യങ്ങളെ കൊണ്ട് തീർത്ത മാലയണിഞ്ഞിരിക്കുന്നവൾ എന്നാണ്. ഭഗമാലിനി എന്ന് പറഞ്ഞാൽ ദിനാനിത്യ ദേവതയാണെന്ന് നേരത്തെ നമ്മൾ വിവരിച്ചിട്ടുണ്ട് അല്ലേ. മൂന്നാമത്തെ തിഥിയുടെ അതിദേവതയാണ്. അതിദേവതയുടെ രൂപത്തോട് കൂടിയവൾ എന്നും അർത്ഥം എടുക്കാം. അപ്പോൾ ഭഗം 6 ഗുണങ്ങളാണ്: ശ്രീ, ഐശ്വര്യം, കീർത്തി, വീര്യം, വൈരാഗ്യം, ജ്ഞാനം. ഈ ഗണനയ്ക്ക് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുന്നു. അതായത് ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസാ ശ്രിയ ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതിര്യതേ എന്നാണ്. അവിടെ വീര്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും സ്ഥാനത്ത് ധർമ്മവും വിജ്ഞാനവും കൂടിച്ചേർന്നിരിക്കണമെന്ന് മാത്രം. അതുകൊണ്ടാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് തർക്കോ പ്രതിഷ്ഠശ്രുതയോ വിഭിന്ന നൈകോ ഋഷിർയസ്യ മതം പ്രമാണം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം മഹാജനോയേന ഗതസബന്ധ. അതായത് നമുക്കും അതുതന്നെയാണ് കരണീയമായിട്ടുള്ളത്. ഭഗശബ്ദത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട് എന്നാണ് കോശങ്ങളിലൊക്കെ കാണുന്നത്. അധികാരം, കീർത്തി, നീതി, അഭിഷ്ടസാധ്യം, ജ്ഞാനം, വിവേകം, മഹിമ, വിനയം, ശക്തി, ഉദ്യമം, ഗർഭാശയം, പ്രാപഞ്ചിക വിഷയം, ശാന്തി, നിഷ്പക്ഷത, യോനി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അർത്ഥങ്ങൾ പല പല കോശങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ മാലയിൽ പൂക്കൾ എന്ന പോലെ ഈ വിശിഷ്ട ഗുണങ്ങളൊക്കെ ദേവിയിൽ അടങ്ങിയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. യേ പദാർത്ഥോ ലിംഗാംഗ തേദേ സർവവിഭൂതയ അർത്ഥ ഭഗാംഗിതായേ തേദേ ഗൗര്യാവിഭൂതയ എന്നാണ്. അതായത് സർവൻ്റെ അല്ലെങ്കിൽ ശിവൻ്റെ വിഭൂതികളായി ലിംഗങ്ങളും ദേവിയുടെ വിഭൂതികളായി യോനികളും ചരാചരമെങ്ങും വ്യാപിച്ചിരിക്കണമോ എന്നാണ്. അപ്പോൾ ലിംഗപ്രതിഷ്ഠകളെല്ലാം തന്നെ പ്രായേണ യോനിലിംഗ സംഗമ രൂപത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പുല്ലിംഗ ശബ്ദങ്ങളെല്ലാം ശിവവിഭൂതികളും സ്ത്രീലിംഗ ശബ്ദങ്ങളെല്ലാം ദേവീ വിഭൂതികളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഭഗത്തിന് വാക്ക് എന്നൊരർത്ഥമുണ്ട് അല്ലേ. ഭഗമാല അങ്ങനെ സ്തോത്രമാലയാകുന്നു. സ്തോത്രമാലകൾ കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിലും ദേവി ഭഗമാലിനിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 278 നാമം. ഓം പത്മാസനായൈ നമഃ. താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവൾ, ബ്രഹ്മരൂപിണി എന്ന് നമുക്കൊരർത്ഥം എടുക്കാം. അപ്പോൾ പത്മത്തെ അല്ലെങ്കിൽ താമരയെ ഇവിടെ ഒരു പ്രതീകമായിട്ടാണ് സങ്കല്പിക്കുന്നത് അല്ലേ. താമരദളങ്ങൾ പ്രകൃതികളാണ്, ഞരമ്പുകൾ കാലദേശാവസ്ഥകളാണ്, തണ്ട് ജ്ഞാനമാണ്, കേസരം വാസനയാണ്. ഇങ്ങനെയുള്ള താമരയെയാണ് ദേവി ആസനമാക്കിയിരിക്കുന്നതും കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പത്മയെ അല്ലെങ്കിൽ ലക്ഷ്മിയെ, ഐശ്വര്യത്തെ സ്വഭക്തന്മാർക്ക് വിഭജിച്ച് നൽകുന്നവൾ എന്നുള്ള അർത്ഥത്തിലും പത്മാസന എന്നുള്ള പദം വ്യാഖ്യാനിക്കാം എന്നാണ്. അപ്പോൾ അല്ലയോ അഭിഷ്ടദായിനിയായ അമ്മേ, അവിടുന്ന് യാതൊരുവനിൽ പ്രസാദിക്കുന്നുവോ അവൻ പരമാനന്ദം അനുഭവിക്കുന്നു. അവന് സുന്ദരിയായ ഭാര്യയെയും സ്വർണവിഭൂഷിതമായ ഗൃഹത്തെയും മറ്റ് ഐശ്വര്യങ്ങളെയും ലഭിക്കുന്നു. അവൻ അവിടത്തേക്ക് അപ്രീതി ഉളവാക്കുമ്പോൾ അവൻ്റെ സകല ഐശ്വര്യങ്ങളും നഷ്ടമാകുന്നു. ഭാര്യ അവനെ വെടിയുന്നു. അവൻ ഏറ്റവും ദുഃഖിതനായി ഭവിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഭാസ്കരായർ ഇതിനെപ്പറ്റി വ്യാഖ്യാനിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ പത്മപദത്തിൽ നിന്നും പത്മാസുരൻ എന്നുള്ള ഒരർത്ഥം കൽപ്പിച്ച് ആ അസുരനെ ഹനനം ചെയ്തവൾ പത്മാസന എന്നുള്ള ശബ്ദത്തെ വ്യാഖ്യാനിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ പത്മാസനത്തിൽ വർത്തിക്കുന്നവളും പത്മാസനത്തിലിരുന്ന് ധ്യാനിക്കുന്ന ഭക്തന്മാരാൽ ആദരിക്കപ്പെടുന്നവളും പത്മാസന തന്നെയാണ് എന്നാണ്. അപ്പോൾ താന്ത്രികമായിട്ടുള്ള അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പത്മം ബിന്ദുവും വ്യൂഹവും നിധിയുമാകാം. അതിലൊക്കെ സ്ഥിതി ചെയ്യുന്നവൾ പത്മാസന തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി 279 നാമം. ഓം ഭഗവത്യൈ നമഃ. ഭജിക്കുന്നവരെ അവനം ചെയ്യുന്നവൾ എന്നാണ്. അപ്പോൾ ഭഗശബ്ദത്തിന് മുമ്പ് പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും ഇവിടെയും ഔചിത്യപൂർവ്വം നമുക്ക് യോജിപ്പിച്ച് മനസ്സിലാക്കാം എന്നുള്ളതാണ്. എങ്കിലും ദേവി ഭാഗവതം പറയണു, ഉത്പത്തിം പ്രളയം ജൈവ ഭൂതാനാംഗതിമാഗതിം അവിദ്യായോസ്തത്വം വ്യക്തിരി ഭഗവത്യസൗ എന്നാണ്.
അപ്പോൾ ഭൂതങ്ങളുടെ ഉൽപ്പത്തിയും ലയനവും ആഗമനവും ഗമനവും ജ്ഞാനവും അജ്ഞാനവും അറിയുന്നവളാണ് ഭഗവതി എന്നാണ്. അപ്പോൾ ശക്തി രഹസ്യത്തിൽ പറയുന്നത് ഭജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഭഗശബ്ദത്തിൻ്റെ ഉൽപ്പത്തി എന്നാണ്. അപ്പം എല്ലാ ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നത് കൊണ്ടും അവരെ അനുഗ്രഹിക്കുന്നത് കൊണ്ടും ദേവിയെ ഭഗവതി എന്ന് വിളിക്കണമെന്ന് കാണുന്നുണ്ട്. ഇനി 280 നാമം. ഓം പത്മനാഭ സഹോദര്യൈ നമഃ. പത്മനാഭൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്, വിഷ്ണുവിൻ്റെ സഹോദരി എന്നാണ്. അപ്പോൾ ദേവകീ ഗർഭത്തിൽ ജനിച്ച കൃഷ്ണനെ രക്ഷിക്കാൻ മായാദേവി യശോദയിൽ ജനിക്കുകയും കൃഷ്ണനെ രക്ഷിച്ച ശേഷം കംസൻ്റെ കയ്യിൽ നിന്നും വഴുതി ആകാശത്തേക്ക് ഉയർന്നു പറയുകയും ചെയ്ത കഥ പുരാണ പ്രസിദ്ധമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ കൂർമ്മപുരാണത്തിലും അയ്യപ്പ ദീക്ഷിതരുടെ രത്നത്രയ പരീക്ഷയിലും ഇതിനെ വിവരിച്ച് കാണുന്നത് വേറൊരു രൂപത്തിലാണ്. ഏകമായ ബ്രഹ്മം രണ്ടായി പിരിഞ്ഞ് ധർമ്മവും ധർമ്മിയുമായി തീരുന്നു. അതിൽ ധർമ്മം വീണ്ടും പുരുഷനും സ്ത്രീയുമായി വേർപിരിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉപദാന കാരണമായ പുരുഷനാണ് വിഷ്ണു എന്നും സ്ത്രീയാകട്ടെ പരമശിവൻ്റെ സഹധർമ്മിണിയും ശിവനും വിഷ്ണുവും ദേവിയും ചേർന്നാൽ പൂർണ്ണബ്രഹ്മം എന്നും ആണ് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ പത്മനാഭ സഹോദരി എന്ന പദത്തിലെ മകാര ഹകാര രേഖങ്ങൾ വാഗ്ഭവകൂട മന്ത്രത്തിലെ ബീജാക്ഷരങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോൾ കരണ്ട് പോലെയാണ് ബീജാക്ഷരങ്ങൾ. ഒരേ കരണ്ടാണ് നാദമായും രൂപമായും രക്ഷകനായും ശിക്ഷകനായും മാറുന്നത് എന്നത്. അതുപോലെ ഉപാസകൻ്റെ ഇച്ഛാശക്തിക്ക് വിധേയമായി ബീജാക്ഷരങ്ങൾ വിവിധ ശക്തി പ്രകാശിപ്പിക്കണമെന്നാണ്. വാഗ്ഭവകൂട മന്ത്രത്തിലെ ബീജാക്ഷരങ്ങളോട് കൂടിയ ആ നാമം വാഗ്ഭവകൂട മന്ത്ര സ്വരൂപിണി എന്നുള്ള അർത്ഥവും ഇവിടെ വെളിവാക്കി തരുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇനി 281 നാമം. ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവല്യൈ നമഃ. കണ്ണ് തുറക്കുക കൊണ്ട് സൃഷ്ടിക്കപ്പെടുകയും കണ്ണടയ്ക്കുക കൊണ്ട് സംഹരിക്കപ്പെടുകയും ചെയ്യുന്ന ലോകങ്ങളുടെ സമാഹാരത്തോടു കൂടിയവൾ എന്നാണ്. ഉന്മേഷം എന്ന് പറഞ്ഞാൽ വിടരുക എന്നാണ്. അതായത് കണ്ണുകൾ തുറക്കുക. നിമേഷം എന്ന് പറഞ്ഞാൽ അടയുകയാണ്, അതായത് കണ്ണുകൾ അടയുക. ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയാണ്. വിപന്നം എന്ന് പറഞ്ഞാൽ നശിക്കുകയാണ്. അപ്പോൾ ഭുവനാവലി എന്ന് പറഞ്ഞാൽ ഭുവനങ്ങളുടെ ആവലി, ആവലി എന്ന് പറഞ്ഞാൽ സമൂഹമാണ്. അപ്പോൾ ദേവി കണ്ണ് തുറക്കുമ്പോൾ ജഗത്ത് സൃഷ്ടിക്കപ്പെടുന്നു, ദേവി കണ്ണടയ്ക്കുമ്പോൾ ജഗത്ത് സംഹരിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇച്ഛാമാത്രയിൽ തന്നെ ദേവി സൃഷ്ടിസ്ഥിതി സംഹാരം കൺചിമ്പുന്നത്ര അനായാസമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലീലാമാത്രമായിട്ടാണ് പ്രപഞ്ച സൃഷ്ടി എന്നാണ്. അതിലപ്പുറം ഒരായാസവും അതിൽ ദേവിക്കില്ല എന്നാണ്. അപ്പോൾ ആജ്ഞാവതാരത്തിൽ പറയുന്നത് തുച്ഛൈവ ജഗത് സർവം നിഖിലത്യുദ്ഗരീത്യവി എന്നാണ്. കാളിദാസനും സ്തുതിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പഞ്ചസൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൃശ്യ ലക്ഷണം ആയിട്ടുള്ള ഈ ജഗത്ത് അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി അങ്ങയിൽ സ്ഥിതി ചെയ്തിരിക്കുന്നു. സ്വേച്ഛയാൽ അവിടെ നിന്ന് കണ്ണു തുറക്കുമ്പോൾ പ്രപഞ്ചം ദൃശ്യമാകുകയും കണ്ണടയ്ക്കുമ്പോൾ ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നാണ് കാളിദാസൻ്റെ ഭാവന. ഇനി സൗന്ദര്യലഹരിയിലെ ശങ്കരാചാര്യസ്വാമികൾ ഇതേ സിദ്ധാന്തം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. നിമേഷോന്മേഷാഭ്യാം പ്രളയമുദയം യാതി ജഗതി തവേത്യാഹു സന്തോ ധരണീധര രാജന്യതനയേ ത്വദുന്മേഷാജ്ഞാതം ജഗതി ദമമശേഷം പ്രളയത പരിത്രാതും ശങ്കേ പരിഹൃത നിമേഷാസ്തവദൃശ എന്നാണ് സൗന്ദര്യലഹരിയിലെ 55-ാമത്തെ ശ്ലോകം തോന്നുന്നു. അല്ലയോ പർവ്വതരാജപുത്രി, അവിടുത്തെ കണ്ണിമക്കൽ കൊണ്ട് ലോകം ഉദയത്തെയും പ്രളയത്തെയും പ്രാപിക്കുന്നു എന്നാണ് വ്യാസാദികളായിട്ടുള്ള സജ്ജനങ്ങൾ പറയുന്നു. അതുകൊണ്ട് അവിടുത്തെ നേത്രോന്മീലനത്താൽ ഉദയം കൊണ്ട ഈ ലോകത്തെ പ്രളയത്തിൽ നിന്നും രക്ഷിക്കുന്നതിനും വേണ്ടിയാകണം അവിടുന്ന് കണ്ണു ചിമ്മാതെ, അതായത് കണ്ണടയ്ക്കാതെ ഉണർന്നിരിക്കുന്നത് എന്ന് ഞാൻ കരുതണു എന്നാണ് ആചാര്യസ്വാമികളുടെ ഭാവന. ഇനി 282 നാമം. ഓം സഹസ്രശീർഷവദനായൈ നമഃ.
1000 ശീർഷങ്ങളും വദനങ്ങളും ഉള്ളവൾ എന്നാണ്. ശീർഷങ്ങളും വദനങ്ങളും എന്ന് പറയുന്നത് ഉപലക്ഷണമായിട്ടാണ് എന്നുള്ളതാണ്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രവാൾ എന്ന പുരുഷ സൂക്തത്തിൽ പറയുന്നില്ലേ. സർവത പാണിപദ പാദം തത് സർവതോക്ഷിരോമുഖം സർവത ശ്രുതിമല്ലോകെ സർവമാവൃതിഷ്ഠതി എന്ന് ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്. അപ്പോൾ സഹസ്ര നയനാരാമ സഹസ്രകര സംയുത സഹസ്രശീർഷാചരണ ഭാതി ദൂരാത സംശയം എന്ന് ദേവീഭാഗവത്തിലും പറയുന്നുണ്ട്. അതായത് 1000 നയനങ്ങളോടും 1000 കരങ്ങളോടും 1000 ശിരസ്സുകളോടും 1000 പാദങ്ങളോടും കൂടിയ ദേവി പ്രഭാപൂർണയായി വർത്തിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈശ്വരൻ്റെ അല്ലെങ്കിൽ ദേവിയുടെയും വിരാട് രൂപത്തെ ചിത്രീകരിച്ചാണ് ഈ നാമം വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1000 എന്നുള്ള പ്രയോഗം അസംഖ്യം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ പ്രപഞ്ചാകാരമാണ് ദേവിയുടെ ശരീരം, ദേവിയുടെ അവയവങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പൂർണ്ണമായി എന്നുള്ളതാണ്. സഹസ്രശേഷനായിട്ടുള്ള ആദിശേഷനാണ് ഭൂമിയെ താങ്ങി നിർത്തുന്നത് എന്നാണ് ഒരു ഋഷി കൽപ്പന തന്നെ, അല്ലേ? അപ്പോൾ തരംഗരൂപത്തിൽ പ്രവർത്തിക്കുന്ന 1000 മുഖങ്ങളുള്ള ശക്തിയുടെ പ്രതീകമാണ് അനന്തനാഗം എന്നുള്ളതാണ്. അപ്പോൾ ആകർഷണം ശക്തിയുടെ സ്വഭാവവുമാണ്. ആ ആകർഷണത്താലാണ് വാനഗോളങ്ങൾ അന്യോന്യം മുട്ടിത്തകരാതെ സ്വസ്ഥാനങ്ങളിൽ പരിചരിക്കുന്നത്. ഈ സത്യത്തെയാണ് അനന്തനാഗത്തിൻ്റെ പത്തിയാൽ ഭൂമി താങ്ങി നിർത്തുന്നു എന്നുള്ള സങ്കല്പത്തിലൂടെ ഋഷിമാർ അർത്ഥമാക്കി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ആകർഷണത്തെ പറ്റിയിട്ട് വൈദിക കാലത്ത് തന്നെ ഭാരതീയർ ബോധവാന്മാരായിരുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം, അല്ലേ? പിൽക്കാലത്ത് ആര്യഭടീയത്തിലും മറ്റ് നിരവധി തെളിവുകളും കാണാം. വരാഹമിഹിരനും മറ്റും അത് വെളിവാക്കി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. അപ്പോൾ കാന്തക്കമ്പികൾ കൊണ്ട് ഒരു കുടയുണ്ടാക്കി മധ്യത്തിൽ ഒരു ഇരുമ്പുണ്ടയിട്ടാൽ അതെങ്ങനെ താങ്ങി നിൽക്കുമോ അതുപോലെ നക്ഷത്ര പഞ്ചര മധ്യത്തിൽ ഭൂഗോളം നിൽക്കുന്നു എന്നാണ് വരാഹമിഹിരൻ അതിന് ഉദാഹരണമായിട്ട് തന്നെ പറയണത്. ആര്യഭടീയം ഗോളാധികരണം സൗരയൂഥം പരസ്പരാകർഷണത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള സത്യം അവർ കണ്ടിരുന്നു എന്നാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി 283 നാമം. ഓം സഹസ്രാക്ഷ്യൈ നമഃ. 1000 കണ്ണുകളുള്ളവൾ എന്നാണ്. പ്രപഞ്ചത്തിൽ പ്രകാശിക്കുന്നത് ഏതും ദേവിയുടെ കണ്ണുകൾ തന്നെയാണ് എന്നാണ്. അങ്ങനെയാണ് അസംഖ്യം കണ്ണുകൾ എന്നുള്ള വർണ്ണന വരുന്നത്. ത്രിനയന എന്ന് ദേവിയെ വർണ്ണിക്കുമ്പോഴും സൂര്യചന്ദ്ര അഗ്നികളാണ് കണ്ണുകൾ എന്ന് നിരൂപണം ചെയ്യുന്നതും ഈ പ്രകാശമാനത്വം അംഗീകരിച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ നാമത്തോട് കൂടിയിട്ട് ഇന്നത്തെ സർഗം നമുക്കിവിടെ സംഹരിക്കാം. അടുത്ത 284 നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ലളിതാ ത്രിപുര സുന്ദര്യൈ നമഃ. ഓം